എല്ലാ പ്രേക്ഷകർക്കും സന്തോഷം നിറഞ്ഞ ക്രിസ്മസിന്റെ ആശംസകൾ നേരട്ടെ. വളരെയധികം പരിമിത സാഹചര്യത്തിൽ ജനിച്ച ഒരു മനുഷ്യന്റെ ജന്മദിനമാണ് ഈ ദിവസം നാം ആചരിക്കുന്നത്. വളരെ പ്രാകൃതവും പരിമിതവുമായ സാഹചര്യത്തിൽ ജനിച്ചുവെങ്കിലും ജീവിതം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരവസ്ഥയിലേക്കും നൂറ്റാണ്ടുകൾക്ക് ശേഷവും മനുഷ്യ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന രീതിയിലേക്കും വളർന്ന ഒരു മനുഷ്യൻ. തീർച്ചയായിട്ടും ജനിച്ച നാൾ എന്തായിത്തീരും എന്നുള്ളത് സംബന്ധിച്ച് ഏറെ പേർക്ക് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ചിലർ അറിഞ്ഞിരുന്നതാനും. എന്നാൽ ജീവിതം കൊണ്ടാണ് ഓരോ വ്യക്തിയും എവിടെ എത്തിച്ചേരണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ചരിത്രത്തിൽ അത്തരം അനേകം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ എല്ലാം മുൻപിൽ കുറെ കൂടെ ഉയർന്ന ഒരു തലത്തിലാണ് നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കുക. ഭൗതികതയുടെ അപ്പുറത്തേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിന്റെ ആ പ്രാകൃതാവസ്ഥ വളർച്ചയെ ഒട്ടും സ്വാധീനിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് വളർച്ചയ്ക്ക് സഹായവുമായിട്ടില്ല. എങ്കിൽ പോലും ദൈവാശ്രയബോധവും തന്റെ നിയോഗത്തെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യവും എവിടെ എത്തിച്ചേരണമോ അവിടേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത് നമുക്ക് കാണാം. വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു നഷ്ടജീവിതം എന്ന് ചിലർക്കെങ്കിലും തോന്നാവുന്നതാണ്. ജനിച്ച സാഹചര്യമോ വളർന്ന പശ്ചാത്തലമോ നേരിടേണ്ടി വന്ന അന്ത്യമോ ആരും ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളത് അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പുനരുത്ഥാനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എല്ലാവർക്കും എത്തിച്ചേരാൻ ആഗ്രഹമുള്ള ഒരവസ്ഥയിലാണ് അവൻ എത്തി നിൽക്കുന്നത്. ഇത് മനുഷ്യന് വലിയൊരു പാഠമാണ്. ജന്മം പോലും ധാരാളിത്വത്തിലും വളർച്ച ആഡംബരത്തിലും ജീവിത സാഹചര്യം ഉന്മാദത്തിലും വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു തലമുറയുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഈ താൽപര്യങ്ങൾ ആത്യന്തികമായി മനുഷ്യന് സന്തോഷവും സമാധാനവുമാണോ രക്ഷയാണോ നൽകുന്നത് എന്നത് സംശയത്തോടെ മാത്രം വീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് കാരണം അമിതമായ ആഡംബരവും ആമോദവും സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തത്രപ്പാടും എന്നും മറ്റുള്ളവരുടെ സൗകര്യങ്ങളെ നിഷേധിക്കുന്ന വിധത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ചരിത്ര ഗതിയിൽ യേശുവിന്റെ ജനനവും ആ ജനനത്തെക്കുറിച്ചുള്ള ഓർമ്മയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പുനഃപരിശോധിക്കാൻ നിർബന്ധിക്കുന്നതാണ്. ജനനത്തിന്റെ ധാരാളിത്വമോ വളർച്ചയുടെ ആഡംബരമോ ജീവിത സാഹചര്യങ്ങളുടെ പ്രൗഢിയോ അല്ല ഒരുത്തനെ മഹാനാക്കി തീർക്കുന്നത്. തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ലഭ്യമാകുന്ന രക്ഷയുടെ അനുഭവമാണ്, വിമോചനത്തിന്റെ അനുഭവമാണ് ഒരാളെ മഹാനാക്കി തീർക്കുന്നത്. ഈ മഹത്വത്തിലേക്കാണ്
ഓരോ മനുഷ്യജീവിയും ക്ഷണിക്കപ്പെടുന്നത് എന്ന് നാം ഓർത്തിരിക്കണം. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ മനുഷ്യജന്മത്തെക്കുറിച്ച് പറയുന്ന ശ്രേഷ്ഠമായ ഒരു വാചകമുണ്ട്. ഓരോ മനുഷ്യജീവിയും ഈ ലോകത്തിലേക്ക് മാനവ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് ദൈവം അവതരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം കരുതുന്നു. മാനവ സ്നേഹത്തിന്റെ പ്രതീകമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കരുതലിനേക്കാൾ അപ്പുറത്ത് എല്ലാവരെക്കുറിച്ചുമുള്ള കരുതലിന്റെ പ്രകടഭാവമാണ് ഓരോ വ്യക്തിയുടെയും ജനനം. അത് വിസ്മരിച്ചു പോകുന്ന ഒരു സാംസ്കാരിക വ്യതിചലനം നമ്മുടെ ഈ തലമുറയിൽ ഉണ്ടാകുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവിടെ നമ്മുടെ ക്രിസ്തുമസ് ആചരണവും ആഘോഷവും മറന്നുപോകുന്നതിനെ ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു സന്ദർഭമായി തീരേണ്ടതാണ്. യേശുവിന്റെ ജനനം വളർച്ചയിലേക്കുള്ള പാത ഒരുക്കിയെങ്കിൽ ആ വളർച്ച സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള വളർച്ചയായിരുന്നുവെങ്കിൽ നമ്മുടെ ജനനവും നമ്മുടെ വളർച്ചയും ഈ പ്രകൃതിയിലെ ഓരോ ഘടകത്തിന്റെയും രക്ഷയ്ക്കും അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിന് പ്രത്യാശ നിറഞ്ഞ ഭാവിയുടെ ഉറപ്പിന് വേണ്ടിയിട്ടുള്ളതാകേണ്ടതാണ്. ഈ ക്രിസ്തുമസ് ആചരണ വേളയിൽ ആ ലക്ഷ്യത്തെ നമുക്ക് സ്വീകരിക്കാം. ആ ലക്ഷ്യത്തെ പ്രതി പ്രവർത്തിക്കുവാനുള്ള പ്രതിബദ്ധത നമുക്ക് പ്രഖ്യാപിക്കാം. അത് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ആണ് എന്ന കാര്യം മറക്കാതിരിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും പരസ്പര സ്നേഹവും നിറഞ്ഞ ക്രിസ്തുമസിന്റെ ആശംസകൾ ആത്മാർത്ഥമായി നേരട്ടെ.